بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وفي قبض كف الطفل عند ولادته دليل على حرص المركب في الحي وفي بسطها عند الممات إشارة ألا فانظروني قد خرجت بلا شيء. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ
പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സ്വർഗത്തിലേക്കുള്ള പാത എന്നതാണ് ഇന്നത്തെ വിഷയം. മുസ്ലിമായ ഒരു മനുഷ്യന്റെ പരമപ്രധാനമായ ലക്ഷ്യം, ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത്. ദിനേനയെന്നോണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് നിരന്തരമായി അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസി, എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം വിശ്വാസിക്ക് കഴിഞ്ഞു പോകുന്നില്ല. അവന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അതാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനമായ ആഗ്രഹവും അഭിലാഷവും പാരത്രിക ലോകത്തിലുള്ള ശാശ്വതമായ ജീവിതമായ സ്വർഗജീവിതമാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്, ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ, എങ്കിലും മനുഷ്യരെ നിങ്ങൾ ഐഹികമായ കാര്യലാഭങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, ഐഹികമായ ജീവിതത്തിന്റെ സുഖഭോഗങ്ങളാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാവട്ടെ, പരലോകത്തെ ജീവിതമാവട്ടെ, അത് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ശേഷിക്കുന്നതുമാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഐഹിക ജീവിതത്തിന്റെ പിന്നാലെ ഓടരുതേ മക്കളെ, ഭൗതിക ലോകത്തിന്റെ പിന്നാലെ ഓടരുതേ, അത് ചുരുങ്ങിയ നിമിഷാർത്ഥങ്ങളിൽ തീർന്നു പോകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരാശിയുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ ഭൗതിക ലോകത്തോടുള്ള അമിതമായ പ്രേമമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ ഭൗതിക ലോകത്തെ ഒന്ന് വിവരിച്ചു. സ്വർഗത്തിലേക്കുള്ള പാത പറയുമ്പോൾ ഭൗതികത്തിന്റെ നശ്വരത പറയാതെ പോകാൻ കഴിയില്ലല്ലോ. സൂറത്ത് ഹദീദിലെ 57-ാം അധ്യായം സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇഅ്ലമൂ, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവുൻ വസീന, ഐഹികമായ ജീവിതം അത് ലഅബാണ്, ലഹുവാണ്, സീനത്താകുന്നു. അത് ലഅബാണ്, അത് കളിയാണ്, വലഹുവുൻ, അതൊരു വിനോദമാണ്, വസീനത്തുൻ, അത് അലങ്കാരമാണ്, വതഫാഖുറും ബൈനക്കും, അത് നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനം നടിക്കലാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളുടെയും പേരിലുള്ള പെരുപ്പം നടിക്കലുമാകുന്നു ഐഹിക ജീവിതം. എന്നിട്ട് ഖുർആൻ അതിനെ ഒന്ന് വിശദീകരിക്കുകയാണ്. അതേതുപോലെ എന്നറിയുമോ? കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا. കമസലി ഗൈസിൻ, ആകാശലോകത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന ഒരു മഴ മാതിരിയാണത്. ആ മഴ ഭൂമിയിലേക്ക് പതിച്ച കാരണത്തിനാൽ, ആ ഭൂമിയിലേക്ക് ജലം പതിച്ചതിനാൽ, ജലത്തിൽ കാരണത്തിനാൽ ധാരാളം വിവിധങ്ങളായ സസ്യലതാദികൾ ഭൂമിയുടെ പുറത്ത് ഹരിതവർണം തീർക്കുകയായി. ഭൂമിയുടെ പുറത്ത് ഹരിതവർണം തീർത്തു നിൽക്കുന്ന സുന്ദരമായ ചെടികളെ കണ്ടിട്ട്, കൃഷിയെ കണ്ടിട്ട്, അഅജബൽ കുഫാറ നബാതുഹു, കൃഷി കണ്ടിട്ട് കർഷകൻ അത്ഭുതപ്പെടുകയാണ്. അതിന്റെ മനോഹാരിതമായ അന്തരീക്ഷത്തിൽ പുളകിതനായി പോകുകയാണ് കർഷകൻ. ഖുർആൻ പറയുകയാണ്, അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നില്ല. ഹരിതവർണം തീർത്തു നിന്നിരുന്ന കൃഷിസ്ഥലങ്ങൾ മുഴുവനും അതിന്റെ നീര് വറ്റാൻ തുടങ്ങുകയായി, അതങ്ങുണങ്ങാൻ തുടങ്ങുകയാണ്. സുന്ദരമായ ഹരിതവർണ്ണത്തിന് പകരമായി അതിൽ മഞ്ഞവർണ്ണം ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓ നബിയെ, താങ്കൾക്കത് കാണാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നെ ആ മഞ്ഞവർണ്ണം പൂണ്ട ചെടികളാകട്ടെ, അത് ഉണക്കിലേക്ക് മാറി അതിങ്ങനെ ഉണങ്ങി വൈക്കോൽ കൂട്ടമായി തീരുന്നു. ഇത്
ഇതുപോലെയാണ് ജീവിതമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഐഹിക ജീവിതത്തിലെ ഇതിനേക്കാൾ ഉത്തമമായി ഉദാഹരിക്കുന്ന വേറെ ഒരു ഭാഗവും കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മേഖലകൾ ഓരോന്നും ഉയർന്നു പൊങ്ങി വരുന്ന സുന്ദരമായ കൃഷിയോട് അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ്. അല്ലെ, ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങോട്ട് എത്ര ഉഷാറിലാണ് ആ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നത്. അതിന്റെ പ്രായമെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 10, 30, 40 വയസ്സങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പറഞ്ഞെടുത്ത ഒരു വിളർച്ച, അല്ലെ, കണ്ണിന് മുമ്പത്തെ പോലെ കാഴ്ച പിടിക്കണില്ല, കൈകാലുകളുടെ മുട്ടുകൾക്ക് വേദന അനുഭവപ്പെടുന്നു, അതിനത്ര സ്പീഡിൽ അങ്ങോട്ട് എഴുന്നേക്കാൻ കഴിയുന്നില്ല, നടുവിന് ചെറിയൊരു പിടുത്തം, നീര് വറ്റുന്നതിന്റെ അടയാളമാണ്. പിന്നെ രോഗങ്ങളായി, പ്രശ്നങ്ങളായി, പിന്നെ 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 ആധുനിക മക്കൾ മാതാപിതാക്കൾക്ക് കൊടുത്ത പുതിയ പേരുണ്ടല്ലോ, പുരാവസ്തു, അതങ്ങനെ ആയിത്തീരും. പിന്നെ ഒരു പുരാവസ്തു ഹുതാമൻ, പിന്നെ അതൊരു വൈക്കോലായി തീർന്നു. ഖുർആൻ പറയാൻ, എന്നിട്ട് ഖുർആൻ പറയുകയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ. വഫിൽ ആഖിറതി, പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്, അദാബുൻ ശദീദ്, അതികഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നു. ഐഹിക ലോകത്തിന്റെ മഞ്ഞളിപ്പ് കണ്ടതിന്റെ പിന്നാലെ പോയിട്ട് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോയാൽ നിന്നെ കാത്തിരിക്കുന്നത് അതിശക്തമായ കഠിനമായ ശിക്ഷയാകുന്നു. കഴിഞ്ഞില്ല, വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയും അതാ അവിടെ നിങ്ങൾക്ക് വേണ്ടി സമ്മേളിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു. ഇനി ഇതിന്റെ അവസാന ഭാഗത്ത് പടച്ചോൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പാഠം, മനുഷ്യരാശി മുഴുവൻ തിരിച്ചറിയേണ്ടത് ഒരു പാഠമാണ്. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയണം, ഈ ഐഹിക ലോകം, ഈ ഐഹിക ലോകമാവട്ടെ മതാ, ഒരു വിഭവം, ഒരു ചെറിയ ചരക്ക്, ഖലാസ്, അത്രേ ഉള്ളൂ. എങ്ങനത്തെ ചരക്ക്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന ഒരു ചരക്ക്, മനുഷ്യനെ വല്ലാതെ മോഹിപ്പിക്കും, അത് വല്ലാതെ ഭ്രമിപ്പിക്കും. അതിന്റെ പിന്നാലെ പോയാലോ മനുഷ്യൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടും. വത്സേ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമൂർഖ നീ. വന്യസന്തപ്തലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യ ജന്മം ക്ഷണഭങ്കുരം. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം, എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരമല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. എത്ര കൃത്യമായി. ഞാനതിൽ 2 ഭാഗങ്ങൾ മാത്രം ഈ വിഷയത്തിൽ പറയാം, നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് കൊണ്ട്. ഈ ലോകത്തെ കവി വർണ്ണിക്കുന്ന വാചകം എങ്ങനെ അറിയോ? ലോകത്തെ കവി വർണ്ണിക്കുന്നത് ഒരു ലോഹച്ചട്ടി, ശരിക്ക് തിളച്ചു നിൽക്കുന്ന ഒരു ഇരുമ്പ് പാത്രത്തിൽ ജലത്തിന്റെ ഒരു കണിക വേണാൽ കഴിഞ്ഞു. അങ്ങനെയാണത്രേ, അങ്ങനെയാണ് ഐഹിക ലോകം. എന്നിട്ട് ഇതിന്റെ മഞ്ഞളിപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? നിങ്ങൾ എത്രയും ഓടുന്ന എങ്ങോട്ടാ? ഭൗതികത്തിന്റെ പിന്നാലെയല്ലേ. ചക്ഷുശ്രവണകളത്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഏത് നിമിഷവും പാമ്പതിന്റെ ഉള്ളിലേക്ക് അതിനെ വിഴുങ്ങിവിടാം. പക്ഷെ എന്നിട്ടും തവളയുടെ അഹന്ത എന്താണെന്നറിയോ? തനിക്ക് ഭക്ഷണം വേണമെന്നതാണ്. അതുപോലെയാണ് മർത്യരെ നിങ്ങളുടെ പ്രവർത്തനം. മരണമാകുന്ന പാമ്പിന്റെ വായിൽ ഏത് നിമിഷവും ഇറങ്ങിപ്പോകാൻ പോകുന്ന മനുഷ്യൻ ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എന്നിട്ടും അവനിങ്ങനെ ഭോഗങ്ങളുടെ പിന്നാലെ, ഭോഗാസക്തി തീർക്കാൻ തന്റെ വികാരവും വിചാരങ്ങളുടെയും പിന്നാലെ ഓടാണ്. അതുകൊണ്ട് ഐഹികം വഞ്ചനാത്മകമായ ചരക്ക്. കുട്ടികളെയും കെട്ടികളെയും
മറ്റുള്ളവരെയും ഒക്കെ കണ്ടിട്ട് സന്തുഷ്ടമായ കുടുംബത്തിൽ എക്കാലവും അങ്ങ് വാണിപ്പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല. അത് നൈമിഷികമാണ്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയോ ചഞ്ചലം ആലയ സംഗമം. നദിയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചപ്പ് ചവറുകൾ ഒരു ഭാഗത്ത് ഓളത്തിനനുസരിച്ച് ഒരുമിച്ച് കൂടി ഭിന്നമായി പിരിഞ്ഞു പോകുന്നത് പോലെയാണ് നിങ്ങൾ ഐഹിക ജീവിതത്തിലെ കുടുംബം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഐഹിക ലോകം വഞ്ചനാത്മകമായ ചരക്കാണ്. അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടരുതേ എന്ന് ഖുർആന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് മടങ്ങേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് വിവരിക്കുന്ന ആയത്തുകൾ കേട്ടാലുണ്ടല്ലോ. സൂറത്ത് റഹ്മാൻ, എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാൻ, എന്റെ വിഷയത്തിന്റെ അവസാനത്തിൽ സൂറത്ത് റഹ്മാനിലെ ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. സൂറത്ത് റഹ്മാനും സൂറത്ത് വാഖിഅയും ഒക്കെ അതിലൂടെ ഒന്ന് സഞ്ചരിച്ചാലുണ്ടല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുനിയാവിന് വേണ്ടി ഒരു പണിയെടുക്കാൻ തോന്നില്ല. സ്വർഗം കിട്ടണം എന്നുള്ള അതേ ആഗ്രഹമായിരിക്കും. ആയത്തുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നുപോയാൽ നമുക്ക് നിർത്താൻ കഴിയില്ല. നമുക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ, പ്രവാചകൻ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്ത് സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞവർക്ക് വേറൊന്നും വേണ്ടാന്ന. അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ശത്രുവുമായി അതിശക്തമായ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നെടുക്കുകയായി. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ആ സഹാബി ചോദിക്കുന്നു, നബിയേ, ഇതായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശത്രുവിനോട് പടവെട്ടി ഞാനങ്ങ് മരിച്ചു പോയാൽ, ഞാനങ്ങ് ഷഹീദായി പോയാൽ നബിയേ, എനിക്ക് എന്താണ് പ്രതിഫലമായി കിട്ടുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗമാണ് കിട്ടുക. സ്വർഗമാണോ താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത്? സ്വർഗമാണ്. കയ്യിലുണ്ടായിരുന്ന താൻ കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പനകൾ താഴേക്കിട്ടുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക്, യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്ക്, ശത്രുവിന്റെ മുന്നിലേക്ക് എടുത്തേ ചാടി യുദ്ധത്തിലേർപ്പെടുന്നു. വീരമൃത്യു വരിക്കുന്നു. സ്വർഗം ലഭിക്കുമെന്ന ആഗ്രഹത്താൽ. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട, അത് മദീനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കേട്ടിട്ടും ശരിക്കും അങ്ങോട്ട് എന്തോ ഒരു ഉറപ്പ് കിട്ടാത്ത മാതിരിയാണ് അല്ലെ? എത്ര ക്ലാസ്സുകളെ നമ്മൾ കേൾക്കണം, എത്ര ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എത്ര പ്രഭാഷണങ്ങൾ, എത്ര ലേഖനങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾക്കറിയോ, സ്വർഗത്തിലേക്ക് എത്തുന്ന കാര്യം പറയുമ്പോൾ ഞാനാവണം ആദ്യം എന്നതായിരുന്നു സഹാബത്തിന്. നിങ്ങൾക്കറിയോ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 മിൻ ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. എന്റെ ഉമ്മത്തിലെ 70,000 ആളുകൾ ഒരു റിപ്പോർട്ട് പ്രകാരം ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ എന്ന് കാണാം. ശിക്ഷയും വിചാരണയും ഒന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നുണ്ട് എന്റെ ഉമ്മത്തിലെ 70,000 ആളുകൾ. അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ പ്രവാചകൻ പറഞ്ഞു, ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്ത ആളുകളാണ്, അവർ ശകുനം നോക്കാത്ത ആളുകളാണ്, അവർ സൃഷ്ടാവിലെല്ലാം പരമേൽപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഏറ്റവും സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായി എത്തുന്ന 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ നടന്നെടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സദസ്സിലിരിക്കുന്ന തടിച്ചുകൂടി നിൽക്കുന്ന സ്വഹാബത്തിൽ നിന്നും ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഉദ്ഉല്ലാഹ ലീ അയ്യജഅലനീ മിൻഹും. ഓ നബിയേ, അവരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ അങ്ങൊന്ന് പ്രാർത്ഥിച്ചുകൂടെ നബിയേ? അവരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അങ്ങൊന്ന് ദുആ ഇറക്കൂ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മിൻഹും,
അതേ, നീ അവരുടെ കൂട്ടത്തിൽ പെട്ടവനാണ്. രണ്ടാമതൊരാളെ ചാടി എഴുന്നേറ്റ്, നബിയെ എന്നെ കൂടി ഒന്ന് പ്രാർത്ഥിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉകാശ, സബഖക ബിഹാ ഉകാശ. ഒരൊറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, ഫ്രീ ആയി കടക്കാനുള്ള ഒറ്റ ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉകാശത്ത് ബിൻ മുഹ്സിൻ കൊണ്ടുപോയി. സ്വർഗത്തിലേക്ക് അടുക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിയിരുന്നു സഹാബത്തുൽ കറാം റളിയല്ലാഹു അൻഹും. അതേ, ആ സ്വഹാബത്താണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിലെ രാജകീയമായ പ്രൗഢിയിലൂടെ കടന്നു പോകുന്നത്. സ്വഹാബത്താണ്. അള്ളാഹുവിന്റെ തൃപ്തി ഈ ഭൂതലത്തിൽ വെച്ച് തന്നെ നേടിയെടുത്ത ആളുകൾ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാറുകളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നും ഈ ആദർശത്തിലേക്ക്, ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവർ ഈ ലോകത്ത് കാഴ്ചവെച്ച, അവർ പിൻപറ്റിയ സന്മാർഗ പാന്താവിലൂടെ ആദർശത്തിന്റെ ശക്തമായ നാടിമിടിപ്പുകൾ നിലനിൽക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിലൂടെ ആര് കടന്നു വന്നിട്ടുണ്ടോ അക്കൂട്ടരും റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു പോയി, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുർആൻ പറയാം, ആദ്യമായിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് കുറച്ച് പ്രയാസമുണ്ട് സഹോദരൻ, കുറച്ച് പ്രയാസമുണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ. അങ്ങനെ ഷോർട്ട് കട്ടിലൊന്നും പോകാൻ പറ്റൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം സഹിക്കേണ്ടതാണ്. നമ്മക്കൊക്കെ ഒരു പൂതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം, പലപ്പോഴും നമ്മളൊരു കമ്പാർട്ട്മെന്റ് വൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഓരോരുത്തരും അറിയേണ്ട ഒരു സംഗതിയുണ്ട്, ഒരു കമ്പാർട്ട്മെന്റ്. എന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണത്? നമ്മൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഉള്ള ആരാണ്? കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറയും കാന്തപുരം ഗ്രൂപ്പ് സ്വർഗത്തിൽ പോകൽ ഉറപ്പാണ്. പിന്നെ സമസ്തയുടെ രണ്ടാമത്തെ വിഭാഗമുണ്ട്, EK വിഭാഗം, സ്വർഗത്തിൽ പോകൂല ഉറപ്പാണ്. പിന്നെ സമസ്ത അന സ്വർഗത്തിൽ പോകൂല. പിന്നെ സ്വർഗത്തിൽ പോകില്ല ആര്? ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. പിന്നെ സ്വർഗത്തിൽ പോകൂല ആരാണ്? പിന്നെ ജമാഅത്തെ ഇസ്ലാമി. പിന്നെ സ്വർഗത്തിൽ പോകൂല ആദർശപരമായി വിഘടിച്ച് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് വിട്ടുപോയ ആളുകൾ. ഞാൻ പറയുന്നത് പലപ്പോഴും ആളുകളുടെ ധാരണ പറയട്ടെ, പോകൂല. പിന്നെ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള ആളുകൾ, സ്വർഗത്തിൽ പോകാത്തൊരു ഗ്രൂപ്പ് കൊണ്ടിട്ട് തബ്ലീഗ് ജമാഅത്ത്, പിന്നെ ഖാദിയാനി തുടങ്ങുന്ന ടീം ഒന്നും സ്വർഗത്തിൽ പോകില്ല. പിന്നെ പോകാൻ സാധ്യതയുള്ള ആരാണ്? പിന്നെ എന്തുകൊണ്ട് യോഗ്യര് നമ്മൾ തന്നെയാണ്. പൂതി വെച്ചങ്ങിരിക്കുകയാണ് നമ്മൾ. നടക്കൂല കൂട്ടരെ. അങ്ങനെ അങ്ങ് ചുളിവിലങ്ങ് പോയിക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ചുളിവിലങ്ങ് പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗ്ഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്, സ്വർഗ്ഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ്. നരകം പൊതിയപ്പെട്ടിട്ടുള്ളത്, വലയം ചെയ്യപ്പെട്ടിട്ടുള്ളതാവട്ടെ ഇച്ഛകൾ കൊണ്ടുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താ അതിന്റെ അർത്ഥം? സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ കുറെ പ്രയാസങ്ങൾ സഹിക്കണം. അങ്ങേറ്റം പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് ആ സ്വർഗം പൊതിയപ്പെട്ടതെന്ന് വെച്ചാൽ ആ വലയത്തിലൂടെ, വലയത്തിൽ കടന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. നിങ്ങൾ ശരി, ബാക്കിയൊക്കെ നിങ്ങൾ അതിൽ നിന്ന് പ്രയാസായിക്കോളാം. അതിശക്തമായ തണുപ്പ്, അതിശക്തമായ തണുപ്പ്. സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കണം, പള്ളി ഒരൽപ്പം ദൂരെയാണ്. ശക്തമായ തണുപ്പത്ത് എഴുന്നേറ്റ് ഒളു എടുക്കുക എന്നുള്ളതിനാൽ ഒരു പ്രയാസം. പള്ളിയിലേക്ക് നടന്നു പോവുക എന്ന കൂലി കിട്ടുന്ന സ്വർഗത്തിലേക്ക് നടന്നെടുക്കുന്ന ഓരോ ചുവട്ടടിക്കും പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നടപ്പിലേക്ക് നടക്കാൻ തുടങ്ങിയാൽ അതിനും പ്രയാസം, നടന്നു പോകാൻ പറ്റൂല. അങ്ങനെ ആളുകൾ
ശക്തമായ തണുപ്പ് നടക്കാനും പറ്റില്ല. വേണ്ട, ഇന്നിപ്പോ ഒരു കാര്യം ഇവിടെ തന്നെ നിസ്കരിച്ചേക്കാം. അല്ലെങ്കിൽ ചില ആളുകൾ എഴുന്നേക്കം വെള്ളം തൊട്ടാ പിന്നെ ഉറക്കം അങ്ങോട്ട് പൊയ്ക്കളയോ, അതുകൊണ്ട് ഇപ്പൊ തന്നെ മൂടിയേക്കാം. എന്നിട്ട് ഇവന്റെ പൂതി സ്വർഗത്തിൽ പോണോന്നാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ആ പ്രയാസങ്ങളൊക്കെ സഹിക്കണം, ആ പ്രയാസങ്ങൾ സഹിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പ്രയാസങ്ങൾ സഹിച്ചു മാത്രമേ സാധ്യമാകൂ. നിങ്ങൾ നോക്കുക, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വഴിയിലൊക്കെ തടസ്സങ്ങളാണ്, മുഴുവൻ മാർഗ തടസ്സങ്ങളാണ്. അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സഞ്ചരിക്കുമ്പോ ആ സ്വർഗത്തിന്റെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന ധാരാളം ആളുകൾ, ധാരാളം ആദർശങ്ങൾ, ധാരാളം ഇസങ്ങൾ, ധാരാളം സംഘടനകൾ സ്വർഗത്തിന്റെ വഴിമുടക്കികളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെ അതിനെ തരണം ചെയ്യും? ഞാൻ ഇൻഷാ അല്ലാഹ് 10ഓളം കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള പാതയായി 10ഓളം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു തീർക്കും. മാർഗതടസ്സങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ സഞ്ചരിച്ചാൽ നാം കാണുന്ന ചില വിഷയങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായി, അള്ളാഹുവിനും റസൂലിനുമുള്ള നിരുപാധികമായ അനുസരണമാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ പാത, ഒന്നാമത്തെ ചവിട്ടുപടി. നടന്നു പോകാനുള്ള, കടന്നു പോകാനുള്ള, താണ്ടിക്കടക്കാനുള്ള ഒന്നാമത്തെ മേഖല അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള നിരുപാധികമായ അനുസരണമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹ് 48-ാം അധ്യായം സൂറത്ത് ഫത്ഹിലെ 17-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമൻ യതവല്ല യുഅദ്ദിബുഹു അദാബൻ അലീമാ. അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആര് അനുസരിച്ചുവോ, ആര് അവർക്ക് അനുസരണം പ്രഖ്യാപിച്ചുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയാരാമങ്ങളിൽ അവർ പ്രവേശിപ്പിക്കുന്നതാണ്. വമൻ യതവല്ല, ആര് ആ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുവോ, യുഅദ്ദിബുഹു അദാബൻ അലീമാ, അതിശക്തമായ വേദനാജനകമായ ശിക്ഷ അയാൾ ആസ്വദിക്കേണ്ടതായി വരും. അല്ലാഹു പറയാണ്, അപ്പൊ സ്വർഗത്തിലേക്ക് പോണോ, അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും നിരുപാധികമായി അനുസരിക്കണം കേട്ടോ. അത് തന്നെ വിശാലമാണ്. എത്രയെത്ര സംഘടനകളും എത്രയെത്ര ആളുകളുമാണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിൽ നിന്നും മനുഷ്യനെ അടർത്തി മാറ്റിക്കൊണ്ട് അള്ളാഹുവേതര ശക്തികളിലേക്ക് എത്തിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയങ്ങളിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റി അള്ളാഹുവിന്റെ റസൂലിനെ സമ്പൂർണമായി അനുസരിക്കുന്നതിൽ നിന്ന് വിട്ടുകൊണ്ടുപോകുന്ന എത്ര സംഘടനകൾ, എത്ര ആളുകൾ, എത്ര മേലാധിപന്മാർ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിരുപാധികമായി അനുസരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം. ഒരു സത്യവിശ്വാസിനിക്കും യോജിച്ചതല്ല അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം, പിന്നെ അവരുടെ കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളതല്ല, യോജിച്ചതല്ല. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നിരുപാധികമായി അനുസരിക്കാനുള്ള കൽപ്പനയാണ്. ആലോചിച്ചു, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു പ്രശ്നമുണ്ടാകുമ്പോ ആ പ്രശ്നത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തീരുമാനിച്ച ഒരു തീരുമാനത്തെ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് ആമുഖമായി ആലോചിച്ച് നോക്കണം. ഓരോന്നും ആലോചിച്ചു. ഇവിടെ എനിക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന്, കുവൈത്തിൽ വന്നപ്പോ കണ്ടൊരു സന്തോഷകരമായ കാര്യം, ഒട്ടുമിക്ക ആളുകളും താടിയുള്ള ആളുകൾ, ചെറുതായിട്ട് വെച്ച ആളുകളുണ്ട്, ശരിക്ക് വളർത്തുന്ന ആളുകളും ഉണ്ട്. എന്തായാലും ഖൈറാണ്. പറ്റേ വടിച്ചു കളയുന്ന ആളുകൾ വളരെ കുറവാണ്.
നിങ്ങൾ ആലോചിക്കേണ്ട, സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ റസൂലും ഞാനുമായിട്ടുള്ള ബന്ധം എത്ര ഉണ്ടെന്ന് ആലോചിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എത്ര ഹദീസുകൾ അല്ലെ, എത്ര ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ. താടി വിടൂ, താടി വളരാൻ അനുവദിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ നിരുപാധികമായി അനുസരിക്കുന്നവനാണോ എന്നാ എന്റെ മുഖത്തൊന്ന് നോക്കിയാൽ മതി. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂല് തീരുമാനിച്ച ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ എന്റെ സ്വതന്ത്രമായ തീരുമാനം എന്താണ്? താടി പഠിക്കണമെന്നാണ്. ഞാനൊരു വളരെ ചെറിയൊരു ഉദാഹരണം പറയും. നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഒരു ചെറിയ ഉദാഹരണം. എന്റെ സ്വതന്ത്ര തീരുമാനം എന്താ? എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് പഠിക്കാന്നുള്ളതാണ്. ചില കാരണങ്ങൾ നമ്മൾ പറയും. എന്റെ ബോസിന് ഇഷ്ടല്ല, പൊയ്ക്കിനട ചങ്ങായി എന്നല്ല പറയാ. നിന്റെ ബോസിന് ഇഷ്ടമല്ലേ? ആരാണ് ആ ബോസ്? മാസത്തിൽ ചെറിയ പൈസ നിനക്ക് എണ്ണിത്തരുന്ന നിന്റെ യജമാനൻ എന്നല്ലേ? എന്നാൽ ആ യജമാനനെയും നിന്നെയും നിന്റെ ശരീരത്തിന്റെ മുഴുവൻ വ്യവസ്ഥകളെയും ഈ ഭൂമിലോകത്തെ തന്നെയും ഈ ഭൂമിലോകം നിലനിൽക്കുന്നതിന് ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും ഇറക്കി തന്ന ഏറ്റവും വലിയ യജമാനനെ കുറിച്ച് നിന്റെ വിശ്വാസം എന്താണ്? എന്താ നിന്റെ വിചാരം? നിന്റെ ചെറിയ ബോസിനെ കുറിച്ചാണ് നിനക്ക് ഭയം അല്ലേ? എന്നാൽ അള്ളാഹുവിനെ കുറിച്ചോ, അള്ളാഹുവിനെയും റസൂലിനെയും നിരുപാധികം അനുസരിച്ച ആളുകൾക്കാണ് സ്വർഗം. ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, രണ്ടാമത്തതിലേക്ക് കടന്നു വരാം. വിശ്വാസവും ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഒരു ജീവിതവും ഒരു പ്രവർത്തനവുമാണ് രണ്ടാമതായി സ്വർഗത്തിലേക്ക് എത്താനുള്ള, സ്വർഗത്തിലേക്ക് നടന്നു പോകാനുള്ള പാതയിൽ രണ്ടാമത്തത്. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സുകൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ആ വിശ്വാസത്തിനനുസൃതമായി സുകൃതങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്ന ആളുകളാണ്. അവർ സ്വർഗത്തിൽ സ്ഥിരവാസക്കാരാകുന്നു. ഖുർആൻ പഠിപ്പിക്കാൻ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ്. സ്വാലിഹായ കർമ്മം എന്ന് പറയണമെങ്കിൽ ശക്തമായ ചില നിബന്ധനകൾ ഒത്തിരി പറ്റുള്ളൂ. എന്തൊക്കെയാണ്? പലരും ആളുകൾ വിചാരിക്കും, ഞാനൊരു സൽക്കർമ്മമല്ലേ ചെയ്തത്, ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തത് എന്നാലോചിക്കും. പലപ്പോഴും നമ്മളെ നാട്ടിലെ ആളുകളൊക്കെ ചെയ്യുന്ന മുഴുവൻ വിദഅത്തുകളെയും സൽക്കർമാണെന്നാ പറയാ അല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ ഞങ്ങൾ മദ്ഹ് ചൊല്ലുന്നത്? ആ ഒരു മദ്ഹ് പുണ്യകർമ്മമല്ലേ? ഞങ്ങള് അർത്ഥ കൊടുക്കല്ലേ ചെയ്യുന്നത്? അതൊരു പുണ്യകർമ്മമല്ലേ? ഞങ്ങൾ മരിച്ച വീട്ടിൽ ഖുർആനല്ലേ ഓതുന്നത്? അതൊരു പുണ്യകർമ്മമല്ലേ? എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. എന്നാൽ എന്താണ് സ്വാലിഹായ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ തോന്നിത്തരത്തിൽ തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നതിന് സ്വാലിഹായ അമലെന്ന് പറയില്ല. ഒന്നാമതായി വിശ്വാസമുണ്ടാവണം. രണ്ടാമതായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. മൂന്നാമതായി കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പ്രമാണബദ്ധമായിരിക്കണമെന്നതാണ്. പ്രമാണബദ്ധമായിരിക്കണം എന്നതാണ്. ചെയ്യുന്ന കർമ്മം, അതേ പ്രവർത്തനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സമയത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ പ്രവാചകന്റെ അടുത്ത് ഒരാൾ ചെയ്തിട്ട് പ്രവാചകൻ അംഗീകരിച്ചതായിരിക്കണം. എങ്കിലേ അതൊരു സാലിഹായ കർമ്മം എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആൻ ചോദിക്കാണ്, ഖുൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും ചെയ്തിട്ട് അവസാനം പരാജയത്തിലേക്ക് എത്തിപ്പെട്ട ആളുകൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിലെ ഒരായത്ത് അല്ലാഹു ചോദിക്കാണ്, നബിയെ പറഞ്ഞു കൊടുക്കുന്ന അവരോട്, കർമ്മങ്ങളാൽ പരാജയപ്പെട്ടു പോയ ആളുകൾ അവരാരാണ്? അവർ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് അവരുടെ ചിന്ത അത് നല്ല കർമ്മങ്ങളാണ് എന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ ആ കർമ്മങ്ങളൊക്കെ വൃഥാവിലായി പോയ ആളുകളാണ് അവർ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ,
അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ അവരുടെയും ചോദിക്കാറുണ്ട്, വഴിമുടക്കികളെന്ന് ഞാൻ പറഞ്ഞൊരു ആളുകൾ, കുറെ ആളുകൾ, ചില ആളുകൾ എന്തിനാ ഇപ്പൊ നമ്മളായി തടുക്കാൻ നിൽക്കണം, ഒരു നല്ല കാര്യമല്ലേ ചെയ്യണം, എന്തിനാ പങ്ങൾ അത് തടയണം, എന്തിനാ പങ്ങൾ ഇത് തടയണം, നമുക്ക് തടയാൻ പറ്റുന്ന പുത്ര കാര്യങ്ങൾ വേറെ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് വഴിമുടക്കികൾ രംഗത്ത് വരാം. അവിടെയൊക്കെ അറിയേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, അതിൽ നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ, നമ്മുടെ ചര്യയില്ലെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടത് തന്നെയാണ്, അതുണ്ടാക്കിയവനും തള്ളപ്പെടേണ്ടവൻ തന്നെയാണ്. അപ്പൊ വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാവണം. മൂന്നാമതായി ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്തിഖാമത്ത് ഉണ്ടാവണം എന്നതാണ്. എന്താ ഇസ്തിഖാമത്ത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകനോട് തന്നെ അല്ലാഹു ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഫസ്തഖിം കമാ ഉമിർത. നബിയെ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം ആ അവസ്ഥയിൽ തന്നെ താങ്കൾ അടിയുറച്ച് നിലനിന്നുകൊള്ളൂ നബിയെ. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നൂന്ന, ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ ശരിക്കും ചൊവ്വായി നിൽക്കുന്നതിനാണ്. ആ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം ഊർജ്ജസ്വലനായി അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതിനാണ് ഇസ്തിഖാം എന്ന് പറയുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച ആളുകൾ, ثم استقاموا, പിന്നെ ആ പ്രവർത്തനത്തിനനുസരിച്ച്, തന്റെ പ്രഖ്യാപനത്തിനനുസരിച്ച് അടിയുറച്ച് നിലനിന്ന ആളുകളും, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട. അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനനുസരിച്ച് അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരത്രേ സ്വർഗ്ഗത്തിന്റെ ആളുകൾ, ഖാലിദീന ഫീഹാ, സ്വർഗ്ഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരവരാണ്, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായ നിലക്ക്, അവർക്ക് സ്വർഗത്തിലെ ശാശ്വതമായ ജീവിതമാണ് നൽകപ്പെടുക. നമുക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്, അവർക്ക് സ്വർഗം കിട്ടുന്ന ഇസ്തിഖാമത്തോട് നിന്നാൽ പേടിക്കാൻ ദുഃഖിക്കൊന്നും വേണ്ട. പലപ്പോഴും ആളുകൾ ബേജാറിലാണ് അല്ലെ, വിശ്വാസത്തിന്റെ പേരിൽ. വിശ്വാസികളായ ആളുകൾ തന്നെ നാളത്തെ സ്ഥിതി എന്താണെന്ന് ഓർത്ത ആളുകൾ ബേജാറിലാണ്. പേടിക്കണ്ടടോ നല്ല പറയാം, ശത്രുവിനെ പോലും പേടിക്കണ്ടെന്നല്ല പറയുന്നത്. ഇന്നെല്ലാരും പേടിച്ചാ ജീവിക്കുന്നത്. അപ്പുറത്തെ ഹിന്ദുവിനെ പേടിച്ചാണ് മുസ്ലിമിന്റെ ജീവിതം. അപ്പുറത്തെ ഹിന്ദു എന്നെ എന്തിനും കാട്ടിക്കളയുമോ എന്ന് പേടിച്ചിട്ട് സ്വന്തം പടച്ചതമ്പുരാനിൽ തന്നെ സൃഷ്ടിച്ച നാഥനിൽ പോലും വിശ്വാസമില്ലാത്ത, വിശ്വാസം നഷ്ടപ്പെട്ട ഷണ്ഡന്മാരായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാത്ത അപകടം. കരുത്തരായ യുവാക്കൾ യുദ്ധത്തിന്റെ മേഖലകളിലേക്ക് ഇരച്ചു കയറി ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കിയ മുൻഗാമികളുടെ പിൻഗാമികൾ ഇന്ന് പേടിച്ച് ജീവിക്കാൻ. എന്താ കാര്യം? അവൻ എന്തൊരു കാട്ടോ എന്ന് പേടിച്ച് നടക്കുന്നു. വിശ്വാസമുണ്ടോ അവന്? തന്റെ നാഥനിൽ വിശ്വാസമുണ്ടോ? അവന്റെ വിശ്വാസത്തിന്റെ ശക്തി എത്രയാണ്? എന്നിട്ടാണ് അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കൗമാണെന്ന് പറയുകയും ചെയ്യാം. നോക്കൂ, യുദ്ധത്തിന് വേണ്ട പ്രധാനപ്പെട്ട സംഗതി അതിശക്തമായ ധൈര്യവും കരുത്തുമാണ്. എന്നാലോ യുദ്ധത്തിൽ നിന്ന് നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെടാൻ പറ്റുന്ന സിഫത്ത് എന്താ? ഭീരുത്വവും ധൈര്യമില്ലായ്മയും. ഭീരുത്വമാണ് ഉറപ്പില്ലായ്മയാണ്. ഭീരുത്വവും ഉറപ്പില്ലായ്മയും കൈമുതലാക്കി ജീവിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണോ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാകുന്നതല്ല. ഇനി അല്ലാഹു പറയുന്ന മറ്റൊരു ഭാഗം, നാലാമതായി എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ, പാദം പിറക്കാതെ, ചിതറാത്ത ചിത്തവുമായി, പതറാത്ത പാദവുമായി ശക്തമായി അടിയുറച്ചു നിൽക്കാൻ കഴിയണം. പ്രയാസങ്ങളിൽ ക്ഷമയോടെ നിൽക്കാൻ കഴിയണം.
ഖുർആൻ പറഞ്ഞൊരു വാചകം, ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമാശീലരായ ആളുകൾക്ക് അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടുക തന്നെ ചെയ്യും. അവർക്കേ അത് കിട്ടുള്ളൂ എന്നല്ല പറയട്ടെ, സമ്പൂർണമായി പ്രതിഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ക്ഷമിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ക്ഷമിക്കലുണ്ട്, എങ്ങനെയെങ്കിലും ഒന്നും ക്ഷമിക്കലല്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ഷമിക്കും. ആദ്യം വായിൽ വരുന്നത് മുഴുവനും പറയും. അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് കാലൊന്ന് തട്ടിയാൽ ആദ്യം അത് അവിടെ കൊണ്ടുവച്ചവനെ ചീത്ത വിളിക്കും, അല്ലെ? എന്തൊക്കെ ചീത്തയായിരിക്കും നമ്മൾ പറയാം? ആദ്യം ചീത്ത വിളിച്ച് ആ സാധനത്തെ അത്യാവശ്യമാണെങ്കിൽ അതിനെ എടുത്ത് ദേഷ്യത്തിന് ഏറു എറിഞ്ഞ് അങ്ങനെ ചീത്തയുമ്പോഴൊക്കെ വിളിച്ച് അവസാനം എന്താ പറയാ, നീയിപ്പൊ ക്ഷമിക്കാതെ എന്താ ചെയ്യാ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ഷണ്ഡത്വം. അത് മുമ്പൊരുത്തം പറഞ്ഞില്ലേ, വലിയ ഒരു മല്ലൻ വന്നിട്ട് ഒരുത്തരെ ശരിക്കും അടി കൊടുത്തു. ഇപ്പൊ തിരിച്ചൊന്നും പറയാതെ പോകുന്നു. അപ്പൊ മറ്റോ ചോദിച്ചല്ലടോ, ഈ എന്താ ഓനെ ഒന്ന് എന്തെങ്കിലും കാട്ടണ്ടായിരുന്നു? ഇല്ല, ഞാൻ ക്ഷമിച്ചാണ്, ഞാൻ അവനോടൊന്നും ചെയ്യാതെ ക്ഷമിച്ചാണ്. അതിന് ക്ഷമ എന്നല്ല പറയാം, കഴിവില്ലായ്മ, കഴിവുകേടാ. എന്താ കാര്യം? മല്ലനോട് അടിച്ചു ജയിക്കാൻ ഇവന് കഴിയില്ല, അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യാണ്? ക്ഷമിച്ചേക്കുന്നു. അതിന് ക്ഷമ എന്ന് പറയില്ല, കഴിവുകേട്, അശക്തൻ എന്നാ പറയാ. ഇതുപോലെയാണ് നമ്മുടെ ക്ഷമ. സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു വരുമ്പോൾ ശ്മശാനത്തിന്റെ കബറടക്കപ്പെട്ടിരിക്കുന്ന ഒരു ഖബറിന്റെ പുറത്ത്, ഖബറിന്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നു. അവരിങ്ങനെ വാവിട്ട് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ പെണ്ണേ, നീ ഒന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിച്ചാൽ അല്ലാഹുവിന്റെ അടുത്ത് നിനക്ക് പ്രതിഫലം കിട്ടുമ്പോളെ. അവർക്ക് വല്ലാത്ത ദേഷ്യമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, പ്രവാചകനാണെന്ന് തന്നെ ഉപദേശിച്ച ആള് പ്രവാചകനാണെന്ന് ആ സ്ത്രീ അറിഞ്ഞില്ല. അവർ പ്രവാചകനെ ശക്തമായി ശകാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ ആളുകൾ ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഇപ്പോൾ ദേഷ്യപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. അവളോടി പ്രവാചകന്റെ അടുത്തെത്തി, നബിയെ മാപ്പാക്കണം, പൊറുക്കണം, അങ്ങാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊലാ. മോളെ, ആപത്തിന്റെ, അപകടത്തിന്റെ, പ്രയാസത്തിന്റെ, പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിലാണ് മോളെ ക്ഷമ വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ബാപ്പ മരിച്ചെന്ന് കേട്ട ബോധം കെട്ട് വീടല്ല വേണ്ടത്. ആറ്റുനോറ്റ് കുറെ കാലായി ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുന്നു, കുട്ടികളില്ല. കുറെ കാലത്ത്, വർഷത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ താലോലിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോ ഒരു വർഷം പോലും ആയില്ല. ഉമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാല് വറ്റിയിട്ടില്ല. ഉമ്മക്ക് തന്റെ കുട്ടിയെ താലോലിച്ച് ആ കുട്ടിയെ പരിലാളിച്ച് തീർന്നിട്ടില്ല. അതിനു മുമ്പേ ആ കുട്ടി അങ്ങ് മരിച്ചുപോയാൽ എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രതികരണം? 5 വഖത്തിലും കൃത്യമായി നിസ്കരിക്കുന്ന ഞാൻ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഞാൻ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അവന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ പ്രബോധനം നടത്തുന്ന ഞാൻ, എന്നോട് പടച്ചവനെ നീ എന്തിനാണ് ഇത് കാട്ടിയത്? അല്ലേ, ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാലും പടച്ചവൻ എന്നോടത് കാട്ടിയല്ലോ. എനിക്ക് ശരിക്കും പരിചയമുള്ള ഒരു സ്ത്രീയുണ്ട്. അള്ളാഹു എന്ന് പറയപ്പെടുന്ന ആ പേര് കേട്ടാൽ ഉടനെ ചീത്ത വിളിക്കും ആ സ്ത്രീ. എന്താ കാര്യം? ഇത് തന്നെ വിഷയം. അവര് പറയണ അല്ല ഇല്ലെന്ന്, അങ്ങനത്തെ ഒരു സാധനം എന്റെ അടുത്ത് പറയേണ്ട. സുബ്ഹാനല്ലാഹ്, ഇത് മനുഷ്യരുടെ അവസ്ഥയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചതമ്പുരാൻ അവൻ പരീക്ഷിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ക്ഷമയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്ന ആളുകൾ അല്ലെ? സ്വർഗത്തിൽ പോകണം, പണിയൊന്നും എടുക്കാൻ നമുക്ക് കഴിയില്ല, പണിയെടുക്കാൻ പറ്റൂല, സ്വർഗത്തിൽ പോകും വേണം. അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 214-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു, അം ഹസിബതും തദ്ഖുലുൽ ജന്ന. മനുഷ്യരെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ വ്യാമോഹിക്കുകയാണോ?
നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ വിചാരിക്കുകയാണോ? സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വിചാരിക്കുന്നുവോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, വലമ്മായതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് പൂർവികർക്ക് വന്നതുപോലത്തെയുള്ള പ്രയാസങ്ങൾ വരാതെ അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരെ പിടികൂടി. എത്രത്തോളം എന്നറിയണോ മനുഷ്യരെ? പ്രവാചകനും ദൈവദൂതനും അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അതുപോലത്തെ ഒരു പീഡനം നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ ലോകത്ത് വേറെ ആരുണ്ട്? ആ പ്രവാചകനേക്കാൾ അള്ളാഹുവിന്റെ ചിട്ടിജാലങ്ങളിൽ ഉത്കൃഷ്ടനായി വേറെ ആരുണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിക്കോ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഅബ് അബീ ത്വാലിബിലെ ജീവിതത്തിലേക്കൊന്ന് കടന്നുപോയാൽ കണ്ണീർ കണങ്ങൾ സജല നേത്രങ്ങളുമായിട്ടല്ലാതെ ആ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ സഹോദരങ്ങളെ? സഅബ് അബീ ത്വാലിബിൽ പീഡനങ്ങൾക്കുമേൽ പീഡനം, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം, പച്ചില തിന്നേണ്ടുന്ന ഗതികേടിലേക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചില തിന്നിട്ട് ഞങ്ങൾ ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയാണ് കാഷ്ടിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകനെ വേറെ നമുക്ക് കാണാൻ കഴിയുമോ? സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടു. എത്രത്തോളം കഷ്ടം! ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്ത്, കഅബാലയത്തിന്റെ തണലിൽ നബി തങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ സഹാബത്ത് ഓടി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എന്താണ് പ്രാർത്ഥിക്കാത്തത്? ഞങ്ങൾക്ക് വേണ്ടി എന്താണ് അങ്ങ് സഹായം തേടാത്തത്? നബിയെ, ഞങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തുവോ സഹോദരങ്ങളെ? ഈ ആദർശ പ്രബോധന രംഗത്ത് ഇനിയും എത്ര ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്? ഇപ്പോൾ തന്നെ നിങ്ങൾ മടുത്തുവോ? നിങ്ങൾക്കറിയുമോ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇതേ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി തയ്യാറായി വന്ന ഒരു സമുദായത്തെ അക്കാലത്തെ കശ്മലന്മാർ, ആദർശത്തിന്റെ വൈരികൾ, പ്രബോധനത്തിന്റെ മുടക്കികൾ, അവർ കടന്നു വന്നിട്ട് അവരെ ഉപദ്രവിച്ചത് എത്ര ശക്തമാണെന്നറിയുമോ? ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രബോധകന്റെ ശരീരത്തിൽ നിന്ന് ശക്തമായ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അയാളുടെ ശരീരത്തിന്റെ തോലും മാംസവും ഒക്കെ വാർന്ന് താഴേക്കിടുകയാണ്. ശരീരം വിറക്കുന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും അവരാരും ഈ ആദർശത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ വേഗത്തിലാവുകയാണോ? ഇപ്പോൾ തന്നെ നിങ്ങൾ മടുക്കു പോവുകയാണോ? സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമായിരുന്നു. എനിക്കും നിങ്ങൾക്കും മുസ്ലിമായതിന്റെ പേരിൽ ഒരു അടി കേൾക്കേണ്ടി വന്നിട്ടില്ല, ഉണ്ടോ? ഞാനൊരു മുസ്ലിമാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് കഴിയണില്ല. എന്തുകൊണ്ടാ? പറഞ്ഞ ഓരോ വിഷമം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാ അല്ലേ? ചില ആളുകൾ ഒരാളെ കുറിച്ച് പറയുന്നിട്ട് അയാൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് അറിയോ? അയാൾ ആദ്യം പരിചയപ്പെടുത്ത, എന്റെ പേര് അഹ്മദ്, ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയട്ടെ, എന്റെ പേര് അഹ്മദ്, ഞാനൊരു സലഫി പ്രവർത്തകനാണ്, മടവൂരിയല്ല, യഥാർത്ഥത്തിലുള്ള മുജാഹിദ് പ്രവർത്തകനാണെന്ന് ആദ്യം പരിചയപ്പെടുത്താം. എനിക്ക് നിങ്ങൾക്ക് തീവ്രത കൂടുതലല്ലേ ഇങ്ങനെ പറയേണ്ടി വരില്ല. അതിന്റെ സാധാരണ ആളുകൾ ചോദിക്കും, നമ്മള് വർത്താനം പറയും, നിങ്ങൾ മുജാഹിദല്ലേ, നിങ്ങൾ മടവൂരിയാണോ മറ്റവനാണോ എന്ന് ചോദിക്കരുത്. ആ ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ആരാണ്? ഞാനൊരു സലഫി പ്രവർത്തകനാണ്, മടവൂരിയല്ല. നമുക്ക് പറയാൻ ഭയാണ്, പേടിയാണ്. പലപ്പോഴും ആളുകൾ പറയാറില്ല എന്നുള്ളതാണ്. വേണ്ട, അല്ല, പരിചയപ്പെടുത്താൻ ധൈര്യം വേണം. സ്വന്തം ആദർശത്തെ കുറിച്ചുള്ള കൂറും മതിപ്പും കടപ്പാടും വേണം. എന്നാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറയാൻ പറ്റൂല. അപ്പോ
പ്രവാചകന്റെ സ്വഹാബികൾ അങ്ങനെ പറഞ്ഞിരുന്ന, വിശ്വസിച്ച ഉടനെ കഅബാലയത്തിന് മുന്നിൽ പോയി പ്രഖ്യാപിക്കണമെന്ന് സ്വഹാബത്തിന് വാശി. പല സ്വഹാബികളെ പ്രവാചകൻ പിന്തിരിപ്പിച്ചു. അബൂ ദർ ഗഫാർ റളിയല്ലാഹു അൻഹു ആട്ടിക്കൊണ്ട് ബോധരഹിതനായി നിലംപതിച്ചു പറഞ്ഞതിന്റെ പേരിൽ. നിങ്ങൾക്കറിയുമോ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിച്ച് കുരിശിൽ ബന്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ അക്കൂട്ടത്തിൽ നിന്ന് ഒരു ഖുറൈശികളുടെ കൂട്ടത്തിൽ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഖുബൈബേ, നീ നിന്റെ പ്രവാചകനെ കുറിച്ചൊന്ന് കേട്ടി പറഞ്ഞാൽ, പ്രവാചകനെ കുറിച്ചൊന്ന് ചീത്ത പറഞ്ഞാൽ, അതേ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് എത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ എത്തുന്നത് നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, നിന്നെ ഞാൻ വിട്ടുതരാം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? പോയടാ ഇവിടുന്ന്, നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോടത് ചോദിക്കാൻ? അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനൊരു മുസ്ലിമായി കൊല്ലപ്പെടുന്നത് അത് ഈ ഭൂമി ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചാണെങ്കിലും ഒരു മുസ്ലിമായി മരിക്കപ്പെടുന്നത് എനിക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എന്താ എന്നെ വിചാരിച്ചത്? ആദർശം മാറ്റിപ്പറയലോ, ആദർശത്തിന്റെ നേതാവിനെ കുറിച്ച് ഇകഴ്ത്തിപ്പറയുകയോ സാധ്യമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട. കാരണം സ്വർഗത്തിലുള്ള സുന്ദരമായ ജീവിതത്തെ കുറിച്ചാണ് അവരുടെ ചിന്തയും ബോധവും ഒക്കെ. അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാമിന് വേണ്ടി വീരരക്തസാക്ഷിത്വം നൽകി മരിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഓലക്ക് എന്തിനാ ഈ പണിയെടുത്തത്? സ്വർഗം കിട്ടാൻ വേണ്ടിട്ടാ. എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത പണി പോലെ എടുക്കണമെന്ന് അർത്ഥം. എനിക്കും നിങ്ങൾക്കൊക്കെ സമയമില്ല, ടൈമില്ല. നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ച സമയമില്ല. എന്താ സമയമില്ലാതെ വന്നത്? ആർക്കാടോ സമയമില്ലാത്തത്? എല്ലാ മനുഷ്യന്മാർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ആർക്കാ അവിടെ സമയമില്ലാത്തത്? സമയമില്ല എന്ന് പറയുന്നവരും അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി സമയം കാണുന്നില്ലേ? TV കാണാൻ സമയം കാണുന്നില്ലേ? അല്ലേ? കടന്നുറങ്ങാൻ വേണ്ടി എത്ര മണിക്കൂർ കളയുന്നുണ്ട്? അങ്ങനെ എത്ര സമയങ്ങൾ വെറുതെ കളയുന്നുണ്ട്. വാർത്ത കാണാൻ വേണ്ടി ന്യൂസ് ഹവർ 1 മണിക്കൂർ നേരമാണ് ന്യൂസ്. കണ്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഉറക്കം വരില്ല. 5 മിനിറ്റ് നേരം അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞ സമയമില്ല. അറിയോ, സ്വർഗം കിട്ടാൻ കുറച്ച് പണിയുണ്ട് സഹോദരന്മാരെ. യാസിർ കുടുംബത്തോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നു. സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗ്ഗമാണ് ലഭിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ക്ഷമയോടെ നിലനിൽക്കാൻ ആവശ്യപ്പെടുന്നു. അവർ ക്ഷമിക്കുന്നു. തന്റെ മാതാവിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് അള്ളാഹുവിന്റെ പേരിൽ ക്ഷമിക്കുവാൻ മകൻ സന്നദ്ധനാകുന്നു. തന്റെ ഭാര്യയെ മൃഗീയമായി പീഡിപ്പിക്കുമ്പോഴും യാസിർ റളിയല്ലാഹു അൻഹു കുലുങ്ങിയില്ല, ക്ഷമയോടെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താൻ ഈ ആദർശത്തിന് വേണ്ടി ശക്തമായ ക്ഷമ വേണമെന്നാണ് ഒരു വിഷയം. ഇനി 5-ാമതായി മനുഷ്യനുണ്ടാവേണ്ട മറ്റൊരു കാര്യം തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു കാണുന്നു എന്ന ചിന്തയോടുകൂടി തന്റെ രഹസ്യ സമയത്തും പരസ്യ സമയത്തും നാഥൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ വിശ്വാസം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 63-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. ആ സ്വർഗം അത് നമ്മുടെ അടിമകളിൽ നിന്ന് അനന്തരാവകാശമായി നാം നൽകുന്നത് തഖ്വയിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണെന്ന് അല്ലാഹു പറയുന്നു. സ്വർഗം ലഭിക്കുന്ന ആളുകൾ തഖ്വയുള്ള ആളുകളാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. സ്വർഗം അനന്തരാവകാശമായി അനന്തരമെടുക്കുന്ന ആളുകൾ തഖ്വയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ഇനി അടുത്ത കാര്യം, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ ഏർപ്പെടലാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ
സ്വന്തം ജീവിതം, സ്വന്തം ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദാവാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹു സ്വർഗമൊരുക്കി വച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. സൂറത്ത് മുഹമ്മദ് അധ്യായം 47 4, 5, 6 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് ഫലൻ യുദില്ല അഅമാലഹും സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുദ്ഖിൽഹുമുൽ ജന്നത അറഫഹാ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെടുന്ന ആളുകൾ, ഫലൻ യുദില്ല അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു വൃഥാവിലാക്കി കളയുന്നതല്ല, പാഴാക്കി കളയുന്നതല്ല. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും, അവരെ അവൻ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും അവരുടെ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയുദ്ഖിൽഹുമുൽ ജന്നത അറഫഹാ ലഹും, അവർ മനസ്സിലാക്കിയ, അവർക്ക് വ്യക്തമാക്കി കൊടുത്ത സ്വർഗത്തിലേക്ക് അവരെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടവെട്ടി മരിച്ചുപോയ ആളുകൾ, വീരമൃത്യു വരിച്ച ആളുകൾ, അവർ സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്നത് പോലെ കൊല്ലപ്പെട്ടവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. അല്ലാഹു ഷഹീദുമാരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ വാചകം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടവെട്ടി മരിച്ച, പടവെട്ടി വീരമൃത്യു വരിച്ചു പോയ ആളുകൾ അവർ കൊല്ലപ്പെട്ടു പോയി എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. അവർ അല്ലാഹുവിന്റെ അടുത്ത് ഉപജീവനം ലഭിക്കുന്ന ആളുകളാണ്. പച്ചക്കിളിയായി സ്വർഗത്തിൽ പിച്ചവ് ചാടിക്കളിക്കും ശുഹദാക്കളെ. പച്ചക്കിളിയുടെ ഉള്ളിൽ ആത്മാവിനെ അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ട് സ്വർഗത്തിലൂടെ പാറിക്കളിക്കുകയാണ് ഷഹീദന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സഹോദരങ്ങളെ ഈ വാചകം. അപ്പോ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ, സ്വന്തം ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം വാഗ്ദത്തം ചെയ്യുകയാണ്. ഏഴാമതായി വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏഴാമത്തത്. تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم ويدخلكم مدخلا كريما. നിങ്ങളോട് നിരോധിക്കപ്പെട്ട വൻ പാപങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ, നിങ്ങൾ അതിൽ വർജിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു പറയുന്നു, അവരുടെ പാപങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരുന്നതാണ്. വനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമാ, മാന്യമായ ഒരു സ്ഥലത്ത് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വൻകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾക്കാണ് സ്വർഗം. ആളുകൾക്ക് വൻകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ വിചാരിക്കും, ഞാൻ വ്യഭിചരിക്കണില്ല, ഞാൻ സിഹർ ചെയ്യണില്ല, ശിർക്ക് ചെയ്യണില്ല, അതുപോലെ അങ്ങനെയുള്ള വലിയ വലിയ കുറ്റങ്ങൾ ആളുകൾ കുറ്റമായി ഗണിക്കുന്നൊന്നും ഞാൻ ചെയ്യണില്ലല്ലോ. എന്നാൽ കബായിർ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സബഉൽ മൂബിഖാത്ത് മാത്രമാണോ വൻപാപങ്ങൾ? അൽ കബായിർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം തന്നെ ഉണ്ട്. അതിൽ പണ്ഡിതന്മാര് പറയുന്ന വാചകം എന്താ അറിയോ? ഒരു പാപം, ഒരു തെറ്റിന് ഇന്ന കുറ്റമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്, വൻപാപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരു കാര്യം ഞാൻ പറയാം. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ, മാതാപിതാക്കളോട് ഒച്ചയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ അവരെ ധിക്കരിക്കുന്ന ആളുകളുണ്ട്. അത് വൻപാപമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ പാപമാണ്. നമ്മൾ പറയണേ, ഞാൻ വ്യഭിചരിക്കണില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, സിഹർ ചെയ്യണില്ല, അങ്ങനത്തെ ഒന്നും ചെയ്യണില്ലല്ലോ, അതൊക്കെയല്ലേ വൻപാപം? അല്ല,
വീണ്ടും വൻപാപങ്ങൾ ധാരാളമുണ്ട്, ഓരോന്ന്. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് ഉണർത്തുകയാണ്. വൻപാപങ്ങളെ കുറിച്ച് മാത്രം പഠിക്കാൻ. അപ്പോ നിരോധിക്കപ്പെട്ട വൻപാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹു പാപം പുറത്തു കൊടുക്കുക, അവർക്കാണ് മാന്യമായ സ്വർഗപ്രവേശനം ലഭിക്കുക എന്ന് അള്ളാഹു പറയുന്നു. എട്ടാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് നിരന്തരമായി തൗബ ചെയ്തു മടങ്ങലാണ്. ചെയ്തുപോയ കുറ്റങ്ങളെ ഓർത്ത്, നാവിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങളെ ഓർത്ത്, കണ്ണുകൊണ്ട് ചെയ്ത കുറ്റങ്ങളെ ഓർത്ത്, നാവ് കൊണ്ട് പറഞ്ഞ കുറ്റങ്ങളെ ഓർത്ത്, കൈകൊണ്ട് ചെയ്ത കുറ്റങ്ങളെ ഓർത്ത്, കാലുകൾ കൊണ്ട് ചെയ്ത കുറ്റങ്ങളെ ഓർത്ത്, അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്ത് നാഥന്റെ മുന്നിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട്, നാഥാ എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അത് കാരണമായി തീരുമെന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിൽ തന്നെ കാണാം, സൂറത്ത് മറിയമിൽ തന്നെ അല്ലാഹു പഠിപ്പിക്കുന്നു, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات. നല്ല ഒരു തലമുറയ്ക്ക് ശേഷം ദീനിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ഉത്തമമായ ജീവിതം നയിച്ച ഒരു മുൻ തലമുറകൾക്ക് ശേഷം പിന്നീട് വരുന്ന ഒരു തലമുറയാകട്ടെ, അവർക്ക് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട നിസ്കാരം പോലും വീഴ്ച വരുത്തുന്ന ആളുകളാണ്. നമസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കാത്ത ആളുകളാണ്. നമസ്കാരത്തെ കുറിച്ച് ചിട്ടയില്ലാത്ത ആളുകളാണ്. നമസ്കാരം ഒഴിവാക്കി തന്റെ ഒരു ദിനചര്യയായി ജീവിതത്തിൽ പകർത്തേണ്ടുന്ന നിസ്കാരം തന്റെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന, വിജയത്തിലേക്ക് എത്തിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തെ ഒഴിവാക്കുന്ന ആളുകളാണ്. ആ നിസ്കാരത്തെ മോശമായി അത് തള്ളിക്കളയുന്ന ആളുകൾ, എന്നിട്ട് ഇച്ഛകൾ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിതം നിശ്ചയിക്കുന്ന ആളുകൾ, അവർ വഴിയെ ശക്തമായ നരകത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും, അവർ കണ്ടുമുട്ടും. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാ, ഇല്ലാ മൻ താബ പശ്ചാത്തപിച്ച് മടങ്ങിയ ആളുകൾ ഒഴിച്ച്, അള്ളാഹുവിനോട് തന്റെ കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങിയ ആളുകൾ ഒഴിച്ച്, അങ്ങനെ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്. അവർ ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമത്രേ. ഖുർആൻ പഠിപ്പിക്കുകയാണ്. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കുറ്റമേറ്റു പറയുന്ന സത്യവിശ്വാസിക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രാത്രിയിൽ സുഖസുശുദ്ധിയിൽ കിടന്നുറങ്ങാൻ എല്ലാവർക്കും ആഗ്രഹം അല്ലെ? കൂടുതൽ സമയത്തും ഉറങ്ങണം എന്നാഗ്രഹം. രാത്രി സമയത്തൊന്ന് എഴുന്നേൽക്കാം. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ് സഹോദരങ്ങളെ. ഇത്രയും വർഷത്തിനടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് കണ്ണുകൾ, ഐനാനി രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകൾക്ക് നരകം സ്പർശിക്കുകയില്ല. രണ്ട് കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല. ഒരു കണ്ണേതെന്നറിയുമോ? അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ കുറിച്ച് ഭയന്നിട്ട് പേടിച്ച് കരഞ്ഞ കണ്ണ്, ആ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുന്നതേ അല്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണ്ണേതെന്നറിയുമോ? അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ധർമ്മസമരം നടക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമിളച്ച കണ്ണ്, ആ കണ്ണും നരകം സ്പർശിക്കുന്നതേയല്ല. ഞാൻ എന്റെ സഹോദരങ്ങളോടും എന്നോടും ചോദിക്കട്ടെ, ഇത്രയും വർഷങ്ങൾക്കിടയിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമായി തീരുന്ന, അങ്ങനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടൊന്ന് കരയാൻ, കണ്ണിൽ നിന്ന് ഒരൽപ്പം കണ്ണുനീര് ഉറ്റിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ?
കരയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പലവട്ടം, പല കാര്യങ്ങൾക്കും വേണ്ടി, അല്ലേ? പലപ്പോഴും ചില പ്രത്യേക നാടകങ്ങളും സിനിമകളും ഒക്കെ കണ്ടിട്ട് മൂക്ക് ചീറ്റി കരയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് കരയാൻ കഴിഞ്ഞിട്ടില്ലാത്ത കണ്ണെന്തിനാണ് സഹോദരങ്ങളെ? ആ കണ്ണെന്തിനാണ് നമുക്ക്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് അത് നരകത്തിൽ പ്രവേശിക്കുന്നതല്ല, സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് ഭയന്നുകൊണ്ട് അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾ, ഓ ജനങ്ങളെ, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യത്തിലധികം ഞാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട് കേട്ടോ. പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം, 10 പ്രാവശ്യം പറയുന്ന ആളുകൾ 15 പ്രാവശ്യം, 13-15 അല്ലേ? ഉറപ്പല്ലേ? 13-15 അസ്തഗ്ഫിറുല്ലാഹ് പറയാത്ത ആളുകൾ ചുരുക്കായിരിക്കും. 5 വഖത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 13-15 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതൊരു ചര്യയായിട്ട് വന്നു പോണതാണ്. അത്തഹിയ്യാത്തൊക്കെ ചൊല്ലുന്ന മാതിരി നിസ്കാരം കഴിഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. ആ പറയുന്നത് മനസ്സിൽ തട്ടിയായിരിക്കുമല്ലോ പറയാ. ഒരു വർത്തമാനം നിലക്ക്, ഒരു ദിക്ർ നിലക്ക് വന്നു പോകും. അല്ല, ആത്മാർത്ഥമായി ഹൃദയത്തെ കുത്തി നോവിക്കുന്ന നിലക്ക്, ഹൃദയത്തെ തട്ടിക്കൊണ്ട് കണ്ണെന്ന് കണ്ണീർ കണങ്ങൾ ഉയർത്തുകൊണ്ട് നാഥാ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണം. സ്വർഗത്തിൽ പോകേണ്ട ആളുകളാണ് നമ്മൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ഒരു സദസ്സിൽ പ്രവാചകൻ ഇരുന്നാൽ സഹാബികൾ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ പറയുന്നു, ഒരു സദസ്സിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ട്. 100-ലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ട്. അങ്ങനെ നിസ്കാരത്തിന് ശേഷമുള്ള ആ ചര്യ നിലക്ക് 3 പ്രാവശ്യം പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ആത്മാർത്ഥമായി പടച്ചതമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തി എത്ര സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നമുക്ക് എത്ര സമയം ഉണ്ടായിട്ടുണ്ട്? നമ്മളെ വിചാരം നമുക്ക് പാപമൊന്നും ഇല്ലാന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് വേണ്ടത്. 9ാമത് അള്ളാഹുവിൽ തവക്കുലാക്കലാണ്, ഭരമേൽപ്പിക്കലാണ്. തന്റെ കാര്യം മുഴുവനും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. പടച്ചതമ്പുരാനെ എല്ലാം ഏർപ്പിക്കുന്ന ആളുകളായി തീരുക. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ الذين صبروا وعلى ربهم يتوكلون. 29ാം അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 58-59 വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുകൃതങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫാ, സ്വർഗത്തിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ ഒരു മണിമാടം, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ ഭവനം അവർക്ക് വേണ്ടി നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എങ്ങനെയുള്ള ഭവനമാണെന്നറിയുമോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയാരാമമാണത്. ഖാലിദീന ഫീഹാ, അതിലവർ നിത്യവാസികളായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ, പണിയെടുത്തവരുടെ പ്രതിഫലം എത്ര നല്ലത്. പണിയെടുത്ത ആളുകൾക്ക്, പ്രവർത്തിച്ച ആളുകൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകളുടെ പ്രതിഫലം എത്ര ഭംഗിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആർക്കാണിത് കിട്ടുന്നതെന്നറിയുമോ? അതേ അല്ലദീന സബറൂ, ക്ഷമിച്ച ആളുകൾ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തന്റെ രക്ഷിതാവിലേക്ക്, തങ്ങളുടെ രക്ഷിതാവിലേക്ക് തങ്ങളെ പൂർണ്ണമായും ഏൽപ്പിച്ച ആളുകൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാ നേരത്തെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്തെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യർക്ക് വല്ല ബേജാറുണ്ടോ? വല്ല വിഷമമുണ്ടോ? നമ്മളും പറയൂല്ലേ, നമ്മളും ഒക്കെ പറയുന്ന ആളുകളുണ്ട് പലപ്പോഴും, ഇന്ന് ടാർഗറ്റ് പൂർത്തിയായി എന്താ സംഭവിച്ചത്, ഒരു പിടുത്തല്ല, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അല്ലേ? പടച്ചതമ്പുരാനിൽ ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ? അന്നകും തതവക്കലൂന ഹഖ തവക്കുലിഹി, നിങ്ങൾ വരമേൽപ്പിക്കേണ്ടതിന്റെ മുറപ്രകാരം വരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖുത് തയ്ർ, പക്ഷിക്ക് ഉപജീവനം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും ലഭിക്കും. എന്താണ് പക്ഷിയുടെ അവസ്ഥ?
അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു. പിന്നെ അവ തിരിച്ചു വൈകുന്നേരത്ത് മടങ്ങി വരുന്നത്. അവ മടങ്ങി വരുമ്പോൾ അവയുടെ വയറുകൾ വീർത്തിരിക്കും. അതേ നിറഞ്ഞ വയറുമായി കടന്നു വരുന്നു. ഒരു പറവയും ഒരു കൃഷിസ്ഥലമുണ്ടാക്കിയിട്ടില്ല. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അങ്ങനെ ഒന്നും തന്നെ സംഭരിച്ചു വെക്കുന്നില്ല. പക്ഷേ നാഥനായ റബ്ബ് അവ ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാം അവരെ ഏൽപ്പിച്ചുകൊണ്ടുള്ള പക്ഷിയുടെ പറക്കലിൽ അതാ എന്റെ വീട്ടിൽ നിന്ന് അല്പം ഭക്ഷണം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതതിന്റെ ഭക്ഷണമായി അതിന് ലഭിക്കുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നമുക്ക് ബേജാറെപ്പോഴും നമ്മളിപ്പോഴും അർപ്പിച്ചിട്ടില്ല. നമ്മളെ നാട്ടിൽ കാണാൻ ഓട്ടോന്റെ മേലെ എഴുതിട്ടുണ്ടാവും തവക്കൽതു അലല്ലാഹ്. ഓട്ടോന്റെ വണ്ടിന്റെ ഒക്കെ മേലെ എഴുതിട്ടുണ്ടാവും തവക്കൽതു അലല്ലാഹ്. എന്നിട്ടോ അവന്റെ സ്റ്റിയറിംഗിൽ ഉണ്ടാവും ഒരു പച്ചത്തുണി, അല്ലേ? തവക്കൽതു അലല്ലാഹ് ബോർഡ് എഴുതി വെക്കും. പക്ഷെ അവൻ തവക്കുലാക്കൂല. അവൻ അങ്ങോട്ട് പോയി ജാറം കണ്ടാൽ ഉടനെ പൈസ എടുത്ത് കുറ്റിയിൽ പൈസ ഇട്ട്, നേർച്ച വഞ്ചിയിൽ പൈസ ഇട്ട്. എന്തിനാണ്? ഓല് കാക്കാൻ വേണ്ടിയിട്ടാ. ഇവന്റെ തവക്കൽതു അലല്ലാഹ് എന്താണ്? അവ പടച്ച തമ്പുരാനിലെ സമ്പൂർണമായും ബലമേൽപ്പിക്കണം. തന്നെ അങ്ങോട്ട് പടച്ചവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്കാണ് സ്വർഗം. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് 10ാമത്തെ വിഷയം. അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഭയമാണ്. 79ാം അധ്യായം സൂറത്തുൻ നാസിആത്ത്. ആ സൂറത്തുൻ നാസിആത്തിന്റെ 40-41 ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം ഫമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى. أما من خاف مقام ربه തന്റെ രക്ഷിതാവിന്റെ സന്നിധിയിൽ നിൽക്കണമെന്ന് ഭയമുള്ള ആളുകൾ, ഈ ലോകത്ത് വെച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും നാഥന്റെ മുന്നിൽ കയ്യും കെട്ടി നിന്ന് മറുപടി പറയണമല്ലോ എന്ന് ഭയക്കുന്ന ആളുകൾ, അങ്ങനെ സ്വന്തം നഫ്സിന്റെ ഇച്ഛകളെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കുള്ള അഭയസ്ഥാനം, അടക്കസ്ഥാനം സ്വർഗമാണ്. പടച്ചവനെ കുറിച്ചുള്ള ഭയമുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ച് ഭയന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഹ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വിഷയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തന്റെ രക്ഷിതാവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയമുള്ള ആളുകൾ, അവർക്ക് 2 സ്വർഗമാണ് കൊടുക്കുന്നത്. അല്ലാഹു നൽകുന്നത് 2 സ്വർഗമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ടോ മനുഷ്യരെ, ജിന്നുക്കളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ദവാതാ അഫ്നാൻ, പലതര സുഖ സൗകര്യങ്ങളുള്ള 2 സ്വർഗം, പലതരം സുഖ ഐശ്വര്യങ്ങളുള്ള 2 സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് മനുഷ്യരെ, ജിന്നുക്കളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക? ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ 2 സ്വർഗങ്ങളിലും ഒലിക്കുന്ന 2 അരുവികളുണ്ട്. അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. അവ രണ്ടിലും ഓരോ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഈ 2 ഇനങ്ങളുമുണ്ട്. അവ രണ്ടിലും വിവിധ തരങ്ങളായ പഴവർഗ്ഗങ്ങൾ അവയുടെ ഇണകളോടുകൂടി നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സമ്മേളിപ്പിച്ചിരിക്കുന്നു. അവിടെ അതാ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മുത്തഖീന അലാ ഫുർശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ. അവർ ചില മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവയുടെ ഉൾഭാഗം കട്ടികൂടിയ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. ആ 2 തോപ്പുകളിലെയും കായ്കനികൾ താഴ്ന്നു നിൽക്കുകയാണ്. സുന്ദരമായ പച്ചപ്പട്ടിൽ, സുന്ദരമായ പരവതാനിയിൽ സുഖമനുഭവിച്ചുകൊണ്ട് ചാരിക്കിടക്കുന്നു ഇണകളും. ആ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ
അവർക്ക് വേണ്ടുന്ന പഴവർഗ്ഗങ്ങളോ, നിൽക്കുന്ന ആളുകൾക്ക് നിന്നുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, ഇരിക്കുന്ന ആളുകൾക്ക് ഇരുന്നു കൊണ്ട് കഴിക്കാൻ, ചാരിക്കിടക്കുന്ന ആളുകൾക്ക് ചാരിക്കിടക്കുവാൻ, ചാരിക്കിടന്നുകൊണ്ട് തന്നെ ഭക്ഷിക്കുവാൻ, അതുപോലെ കിടക്കുന്ന ആളുകൾക്ക് ആ നിലക്കുമൊക്കെ ആ പഴവർഗ്ഗങ്ങളൊക്കെ അങ്ങ് താഴ്ന്നു വരികയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണ്ടയോ സഹോദരങ്ങളെ നമുക്ക്? ഞാൻ വീണ്ടും പറയുന്നു, സൂറത്ത് റഹ്മാനും സൂറത്ത് വാഖിഅയും നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്. സ്വർഗത്തെ കുറിച്ചറിയാൻ, സ്വർഗത്തിലെ സുഖങ്ങളെ കുറിച്ചറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു മാലാ ഐനുൻ റഅത്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങൾ, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങൾ, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലും ഉദിച്ചിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങൾ. എത്രയാണെന്ന് വർണ്ണിക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. കിളക്കണ്ട പൂട്ടണ്ട നിലം കൊയ്യണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഈ പറഞ്ഞ മുഴുവൻ സുഖഭോഗങ്ങളും അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു പറയേണ്ടതില്ല. കുൻ എന്ന സുച്ചതിനൊക്കെയുള്ളത് കൊണ്ടാ, മനസ്സൊന്ന് ഇച്ഛിച്ചാൽ മതി, മനുഷ്യ ശരീരം ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിക്കുന്ന മുഴുവൻ ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളും സുഖാനുഗ്രഹങ്ങളും അതാവന്റെ മുന്നിൽ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് ഹദീദിൽ തന്നെ അല്ലാഹു പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദി ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സാബിഖൂ, നിങ്ങൾ വേഗതയായിക്കോളൂ, നിങ്ങൾ പെട്ടെന്ന് നടന്നെടുത്തോളൂ, നിങ്ങൾ പെട്ടെന്ന് പ്രവർത്തിച്ചോളൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വജന്നത്തിൻ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ നടന്നോളൂ. ആ സ്വർഗം എന്തെന്നറിയുമോ? അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമുള്ള, ആകാശഭൂമിയോളം വിശാലമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിലായിക്കോ. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക്, സന്മാർഗചാരികളായ ആളുകൾക്ക് സംവിധാനിച്ചിരിക്കുന്ന, ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ദാലിക ഫദ്ലുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഔദാര്യം അല്ലാഹു നൽകുന്നു. അല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അവൻ വമ്പിച്ച മഹത്തായ ഔദാര്യമുടയവനാകുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരീ സഹോദരന്മാരെ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, ശാശ്വതമായി കിട്ടുന്ന സ്വർഗീയ സുഖങ്ങൾക്ക് വേണ്ടി, ആ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനും അല്ലാഹുവിന്റെ മുന്നിൽ തൃപ്തിപ്പെട്ട ആളുകളായി എത്തിച്ചേരുവാനും നമുക്ക് കഴിയണം. അതിനു വേണ്ടി പണിയെടുക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നവയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കപ്പെടുന്നവയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നരകത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയപ്പെടുന്ന ഗുണം കെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു പലരും മരിച്ചുപോയ ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ രോഗം കൊണ്ട് വലയുന്ന ആളുകളുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ,